ഗുഡ് മോർണിംഗ് മൈ ഡിയർ കിഡ്സ്. വെൽക്കം ടു മൈ കിഡ്സ് ഗാർഡൻ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് പുതിയൊരു ലെറ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. ആർ യു റെഡി? ഓക്കെ. ഫസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റും സെക്കൻഡും 2 ക്ലാസ്സുകൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ 2 ക്ലാസ്സിലും പഠിപ്പിച്ചിട്ടുള്ള ലെറ്റേഴ്സ് റിവൈസ് ചെയ്തേ. ഏതൊക്കെ ലെറ്റേഴ്സ് ആയിരുന്നു പഠിച്ചത്? ആലോചിച്ച് നോക്കിക്കേ. എ ബി. ഏതൊക്കെ ലെറ്റർ ആയിരുന്നു? എ ബി. എഴുതി കാണിക്കട്ടെ. എ. എല്ലാരും എഴുതി പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. എ. അടുത്തത് ഏതായിരുന്നു? ബി. ബി എങ്ങനെയായിരുന്നു എഴുതിയത്? സ്റ്റാൻഡിംഗ് ലൈൻ കൊടുക്കുക, കർവ് കൊടുക്കുക. ബി. 2 ലെറ്ററാ പഠിച്ചത്. എ ബി. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് സി. സി എങ്ങനെയാ എഴുതുന്നത്? സി നോക്കിക്കേ. സി എങ്ങനെയാ? സി എളുപ്പമാണ് എഴുതാൻ. എന്നാ സി ഏതാ? സി. കണ്ടോ സി എഴുതുന്നത് എങ്ങനെയാണെന്ന്? എങ്ങനെയാ? നമ്മൾ കർവ് പഠിച്ചില്ലേ? കർവ് പഠിച്ചപ്പോൾ നമ്മൾ പഠിപ്പിച്ചില്ലേ? ഓർമ്മയുണ്ടോ? അതുപോലെ ഇവിടെ പോയിന്റ് ചെയ്യുക. ഇവിടുന്ന് ഒരിക്കലും നമ്മൾ ഇവിടുന്ന് തിരിച്ചിങ്ങനെ എഴുതാൻ ശ്രമിക്കരുത്. എഴുതുന്ന രീതികൾ കറക്റ്റായിട്ട് നോക്കുക. ഇവിടെ പോയിന്റ് ചെയ്യുക, ഇവിടുന്ന് ഇതുപോലെ എഴുതുക. സി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോട്ട്സ് ഇട്ടും എഴുതി പഠിക്കാം. എങ്ങനെയാ? ഞാൻ പഠിപ്പിച്ചില്ലേ? സ്റ്റാൻഡിങ് ലൈൻ കൊടുത്തപ്പം ഇങ്ങനെ 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 ഡോട്ട്സ് ഇട്ടിട്ട്, എന്നിട്ട് എന്താ ഇതുപോലെ ഇങ്ങനെ സി. ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് എഴുതുന്നതിന് പകരമാണ് ഞാൻ 4 ലൈൻസിൽ എഴുതുന്നത്. എങ്ങനെയാണ് 4 ലൈനിൽ തന്നെ എഴുതി പഠിക്കണമെന്ന് പറയുന്നത്. ഓക്കെ. ഇനി 4 ലൈൻസിൽ എങ്ങനെയാണ് എഴുതുന്നതെന്ന് കാണിച്ചു തരാം. എങ്ങനെയാണ്? ഈ ഡോട്ട്സ്, ഇവിടെ ഒരു ഡോട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ പോയിന്റ് ചെയ്യണം. നമ്മുടെ പെൻസിൽ എന്ത് ചെയ്യണം? ഇവിടെ പോയിന്റ് ചെയ്യണം. ഇവിടുന്ന് നമ്മൾ എന്തോ ചെയ്യണം? ഇങ്ങനെ താഴോട്ട്. സി. ഏതാ ലെറ്റർ? സി. എഴുതിക്കേ. നോക്കിക്കേ. ഇവിടുന്ന് ഇങ്ങനെ സി. പറഞ്ഞു തന്നെ എഴുതണേ. പറഞ്ഞു തന്നെ എഴുതി പഠിക്കണം. നമ്മൾ എഴുതുന്ന കൂടെ തന്നെ പറയുക. സി. സി. ഒരിക്കലും ഇപ്പം തിരിച്ച് ഇങ്ങനെ എഴുതാൻ ശ്രമിക്കരുത്. ഇങ്ങനെ തന്നെ എഴുതി പഠിക്കുക. ഇങ്ങനെ തന്നെ എഴുതി പഠിക്കുക. തിരിച്ചൊരിക്കലും എഴുതാൻ ശ്രമിക്കരുത്. നമ്മുടെ കുഞ്ഞു മക്കളിൽ ചില മക്കൾ എന്തോ ചെയ്യും? അവരെഴുതുന്ന രീതികൾ തെറ്റായിരിക്കും. അവർ തിരിച്ച് റിവേഴ്സ് ചെയ്തായിരിക്കും എഴുതുന്നത്. അപ്പം പേരൻസ് കൂടെ ഇരുന്ന് അവർ എഴുതുന്നത് ശ്രദ്ധിച്ചോണം. എന്നിട്ട് നല്ല രീതിയിൽ അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. ഓക്കെ. ഇനി ഈ ലൈൻസിലും കൂടെ ഞാൻ എഴുതി കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. പറഞ്ഞെഴുതുക. സി. ഏതാ ലെറ്റർ? സി. അതുപോലെ അവർ പെൻസിൽ പിടിക്കുന്നത് നമ്മൾ പേരൻസ് ശ്രദ്ധിച്ചോണം. കറക്റ്റ് രീതിയിൽ പോയിന്റ് ചെയ്താണോ അവർ പെന്നല്ല പെൻസിൽ യൂസ് ചെയ്ത് തന്നെ പഠിപ്പിക്കണം. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. ഒരിക്കലും പേന യൂസ് ചെയ്യാൻ അവരെ സമ്മതിക്കല്ല്. പെൻസിൽ യൂസ് ചെയ്ത് തന്നെ പഠിക്കണം. തെറ്റുകൾ വരും. തെറ്റുകൾ വരുമ്പോൾ എന്തോ ചെയ്യണം? നമ്മൾ ഇറേസ് ചെയ്യണ്ടേ? പേനയാണെങ്കിൽ അവരെന്തോ ചെയ്യും? കുത്തി വരയ്ക്കും. ഒരിക്കലും പേന യൂസ് ചെയ്തുകൊണ്ട് അവരെ എഴുതാൻ സമ്മതിക്കല്ല്. ഓക്കെ. ഒന്നും കൂടെ എഴുതാം നമുക്ക്. സി എങ്ങനെയാ എഴുതിയത്? സി. സി. ഇപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ലെറ്റർ ഏതാണ്? ഇന്ന് പഠിച്ച ലെറ്റർ ആണ് സി. മനസ്സിലായല്ലോ ഇന്ന് പഠിച്ച ലെറ്റർ. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള എ ബി സി ഈ 3 ലെറ്ററും കൂടി ലൈൻസിൽ എഴുതുന്നത് കാണിച്ചു തരാം. എഴുതുന്നത് കാണിച്ചു തരട്ടെ എങ്ങനെയാണെന്നുള്ളത്. എ. എ. അടുത്ത ഏതാ നമ്മൾ പഠിച്ചത്? ബി. 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 പറഞ്ഞേ.
ബി. നെക്സ്റ്റ് സി. ഏതാ ഇന്ന് പഠിച്ച ലെറ്റർ ഏതായിരുന്നു? സി. എ ബി സി. ഒന്നും കൂടെ പറയാം. എ ബി സി. ഈ 3 ലെറ്റർ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഒരു 4 ലൈൻ ബുക്ക് എടുക്കുക. അതിനകത്ത് ഒരു പേജിൽ എ ബി സി ഇത് താഴോട്ട് നല്ലതുപോലെ വൃത്തിക്ക് എഴുതി പഠിക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ലെറ്ററുമായിട്ടായിരിക്കും നമ്മൾ എത്തുന്നത്. ഡിസ്ക്രിപ്ഷനിൽ കോണ്ടാക്ട് നമ്പേഴ്സും ഇമെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിനകത്ത് ഹായ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇട്ടിരുന്നാൽ മാത്രം മതി. നമ്മൾ അതിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.